പഠിക്കാൻ പോകുക എന്നത് പലരുടെയും സ്വപ്നമായിരിക്കും. എന്നാൽ ഇനി ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? പലരുടെയും ആശങ്കകളിൽ ഒന്ന് അതാണ്. പലരും വളരെ കഷ്ടപ്പെട്ടാണ് പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് US പോലെയുള്ള രാജ്യങ്ങളിലേക്ക്. നിലവിൽ US-ലുള്ള കുടിയേറ്റ നിയമങ്ങളും വിദ്യാർത്ഥികളുമായുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പല വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ആശങ്കകൾ കൂടുതലാണ്. കാരണം പല വിദ്യാർത്ഥികളും US-ലേക്ക് പോകുന്നത് വളരെ പണം ചെലവാക്കിയാണ്. പലരുടെയും വീടുകളും വസ്തുക്കളും ബാങ്കിൽ ലോണായി വെച്ചിട്ടുമുണ്ട്. അതുപോലെ US-ലേക്ക് പോകാനായി പലരും ബാങ്കുകളിൽ ലോണിന് അപേക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ടെന്നും US-ലേക്ക് പഠന വിസകൾ സ്പോൺസർ ചെയ്യുന്ന ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഓരോ ദിവസവും മാറി മാറി വരുന്ന കുടിയേറ്റ നിയമങ്ങളും US അധികാരികൾ വിദേശ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന സമീപനവും പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. ചെറിയ തെറ്റിന് വരെ നാടുകടത്തുന്ന US-ന്റെ നിലപാട് ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ പോയ വിദ്യാർത്ഥികളെയും പോകാൻ നിൽക്കുന്നവരെയും ഒരുപോലെ തളർത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഇത്രയൊക്കെ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് US തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ US-ലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളും അവിടെ കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? US-ൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണമെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ US തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. കൂടുതൽ വിദ്യാർത്ഥികളും US തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം മികച്ച വിദ്യാഭ്യാസം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ US-ലുണ്ട്. US ഡിഗ്രികൾ രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതുപോലെ ഗവേഷണത്തിനും വിദ്യാർത്ഥികളുടെ ആവിഷ്കരണത്തിനും പ്രായോഗിക പഠനത്തിനും പ്രാധാന്യം നൽകുന്നു എന്നതും വിദ്യാർത്ഥികൾക്കിടയിൽ US-നെ പ്രിയപ്പെട്ടതാക്കുന്നു. അതുപോലെ പഠിക്കാൻ നൂറുകണക്കിന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും US-ലുണ്ട്. പഠനശേഷം വിദ്യാർത്ഥികൾക്ക് കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിങ് വഴിയും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വഴിയും പഠനകാലത്തും പഠനശേഷവും US-ൽ ജോലി ചെയ്യാൻ സാധിക്കും. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വഴി പഠനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 3 വർഷം വരെ ജോലി ചെയ്യാം. പിന്നീട് അവർക്ക് H-1B വിസയിലേക്കും പിന്നീട് ഗ്രീൻ കാർഡ് വഴി US-ൽ സ്ഥിരതാമസം ഉറപ്പിക്കാനും സാധിക്കും. US ഡിഗ്രിയുള്ള വിദ്യാർത്ഥി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാലും മികച്ച കരിയർ അവസരങ്ങൾ അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ ലഭിക്കുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. US-ലെ പഠന ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, അസസ്മെന്റ്ഷിപ്പ് പോലുള്ള സഹായങ്ങൾ ലഭ്യമാണ്. ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ടീച്ചിങ്, റിസർച്ച് അസിസ്റ്റന്റായി ജോലി ചെയ്യാനും സൗജന്യമായി പഠിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ പോലെയുള്ള വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരവും US-ൽ പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. പഠനത്തിന് മികച്ച സ്ഥലമാണ് US എങ്കിലും നിയമം ലംഘിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തക്ക ശിക്ഷ തന്നെ US നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് US-ലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ഇമിഗ്രേഷൻ അധികാരികൾ പറയുന്നുണ്ട്. എന്തൊക്കെ നിയമങ്ങളാണ് വിദ്യാർത്ഥികൾ US-ൽ പാലിക്കേണ്ടത് എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച സമയത്ത് മാത്രം US-ൽ ജോലി ചെയ്യുക. അതിൽ കൂടുതലായോ അനധികൃതമായോ ജോലി ചെയ്യരുത്. അതുപോലെ നിങ്ങളുടെ സിവിൽസ് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യണം. പ്രതിഷേധങ്ങളിലും റാലികളിലും പങ്കെടുക്കരുത്. അതുപോലെ പാലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിലോ ഏർപ്പെടരുത്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, മറ്റ് അടിപിടി കേസുകളിൽ പോയി ചാടുകയോ ചെയ്യരുത്. അതുപോലെ നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കോളേജുകളിലോ ബന്ധപ്പെട്ട അധികാരികളോടോ ചോദിച്ച് മനസ്സിലാക്കണം. US സർക്കാരിനെതിരെയോ സർക്കാരിൻ്റെ പുതിയ നടപടികൾക്കെതിരെയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടരുത്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന പല ചെറിയ തെറ്റുകൾക്കും നിങ്ങൾ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതൊന്നെങ്കിൽ നിങ്ങളെ നാടുകടത്തുകയോ നിങ്ങളുടെ വിസ റദ്ദ് ചെയ്യുകയോ ആയിരിക്കും ചെയ്യുന്നത്.